Dear friends, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട്സ് ആൻഡ് സോലബിലിറ്റി പ്രോഡക്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി. ഒരു സബ്സ്റ്റൻസ് പ്രത്യേകിച്ച് അയണിക് സൊല്യൂട്ട്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സോൾവേഷൻ എനർജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ലാറ്റിസ് എനർജി. അപ്പോൾ സോൾവേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ സോൾവേറ്റഡ് ഫോം ആയിരിക്കും മോർ സ്റ്റേബിൾ ദാൻ ദ ലാറ്റിസ്. സോ ദ സബ്സ്റ്റൻസ് അണ്ടർഗോ ഡിസൊല്യൂഷൻ. ഇനി നമുക്ക് ഒരു സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ട് എടുക്കാം. അത് ബേരിയം സൾഫേറ്റാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ബേരിയം സൾഫേറ്റിൻ്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അയണൈസ് ചെയ്തിട്ട് ബേരിയം 2+ അയോൺസും സൾഫേറ്റ് അയോൺസും ഉണ്ടാകും, SO4 2-. പക്ഷേ ഇവിടെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ദർ ഇസ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ അൺഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ആൻഡ് ദി സോലുബിൾ അയോൺസ്. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയത്തിന് നമുക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. K equilibrium is equal to, that is product of concentration of products divided by concentration of reactants. So Ba2+ concentration into SO4 2- concentration by BaSO4. പക്ഷേ നമുക്കറിയാം ഇവിടെ സോലിബിലിറ്റി വളരെ കുറവായതുകൊണ്ട് ഈ ബേരിയം സൾഫേറ്റ് തുടക്കത്തിൽ എത്രയുണ്ടായിരുന്നോ അത്രയും തന്നെ അതിൽ നിന്ന് വളരെ കുറച്ചൊരു എമൗണ്ട് മാത്രമേ ഇവിടെ ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ടുള്ളൂ. എന്നിരുന്നാലും അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, അതായത് ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ട്. അതായത് ഡിസൊല്യൂഷൻ നടക്കും, അതുപോലെ തന്നെ റീഫോർമേഷനും നടക്കും. ആ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ട് ആ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ അൺഡിസോൾവ്ഡ് ബേരിയം സൾഫേറ്റും ബേരിയം അയൺസും സൾഫേറ്റ് അയൺസും ആയിരിക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈ ബേരിയം സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, കാരണം എമൗണ്ട് ഡിസോസിയേറ്റഡ് ഈസ് വെരി നെഗ്ലിജിബിൾ. അതുകൊണ്ട് BaSO4 കോൺസെൻട്രേഷൻ ക്യാൻ ഓൾസോ ബി taken as a constant. Therefore, K equilibrium into the constant concentration of barium sulfate. അപ്പോൾ ഇത് രണ്ടും കൂടെ മറ്റൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. ആ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ സോലബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ KSP എന്ന് പറയുന്നത്. ദറ്റ് KSP ഈസ് എന്താണ് അന്നേരം? ദറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം എത്തിയതിന് ശേഷം, അതായത് ഫർദർ ഡിസൊല്യൂഷൻ ഇല്ല, ബേരിയം സൾഫേറ്റിൻ്റെ മാക്സിമം ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ആ സൊല്യൂഷനിലുള്ള ബേരിയം അയൺസിൻ്റെയും സൾഫേറ്റ് അയൺസിൻ്റെയും കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റാണ് സോലബിലിറ്റി പ്രോഡക്റ്റ് എന്നത്. സോ സോലബിലിറ്റി പ്രോഡക്റ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് അയോണിക് കോൺസെൻട്രേഷൻസ് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അറ്റ് ഇക്വിലിബ്രിയം. These ions are in equilibrium with the undissolved salt. So നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു ക്വാണ്ടിറ്റി എടുക്കാം. അതായത് ഈ സാച്ചുറേഷൻ എത്തിയില്ല എങ്കിൽ നമുക്ക് ഏതൊരു കണ്ടീഷനിലെയും കോൺസെൻട്രേഷൻ, അതായത് ബേരിയം അയൺസിൻ്റെയും സൾഫേറ്റ് അയൺസിൻ്റെയും കോൺസെൻട്രേഷൻ ആ സൊല്യൂഷനിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് അയോണിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് അയോണിക് പ്രോഡക്റ്റ്, നമ്മൾ വാട്ടറിൻ്റെ അയോണിക് പ്രോഡക്റ്റൊക്കെ കണ്ടതുപോലെ ഇവിടെ സൊല്യൂഷനുള്ള അയോൺസ്, ഇപ്പോൾ നമ്മൾ ബേരിയം സൾഫേറ്റിൻ്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ബേരിയം അയോൺസിൻ്റെയും സൾഫേറ്റ് അയോൺസിൻ്റെയും അയോണിക് പ്രോഡക്റ്റാണ്. അറ്റ് എനി അതർ കോൺസ്റ്റൻറ്റ് ഇക്വിലിബ്രിയം എത്തുന്നില്ല, ഇക്വിലിബ്രിയം അല്ലാതുള്ള ഏതൊരു കണ്ടീഷനിലും നമുക്ക് അവിടെയുള്ള ബേരിയം അയൺസിൻ്റെയും സൾഫേറ്റ് അയൺസ്. ഇപ്പം നമുക്ക് സിൽവർ നൈട്രേറ്റിൻ്റെ ആണെങ്കിൽ ആ സൊല്യൂഷനിലുള്ള ടോട്ടൽ സിൽവർ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ നൈട്രേറ്റ് അയണിൻ്റെ കോൺസെൻട്രേഷനും കൂടെ പ്രോഡക്റ്റ് ചെയ്താൽ അയണിക് പ്രോഡക്റ്റ് ഓഫ് സിൽവർ നൈട്രേറ്റ് കിട്ടും. അങ്ങനെ ഏതൊരു സ്പീഷീസിൻ്റെയും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ അയണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഓർക്കാം, അതായത് നമ്മൾ റിയാക്ഷൻ കോഷ്യൻ്റ് എന്ന് പറയും. അപ്പോൾ AB എന്നൊരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് A+ഉം B- ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഡിസോസിയേഷൻ എഴുതാം. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് K എന്ന് പറഞ്ഞ് എഴുതാം. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് A+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B- ബൈ കോൺസെൻട്രേഷൻ ഓഫ് AB. ഇതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം അല്ല, റിയാക്ഷൻ ഇതിനെ നമ്മൾ അന്നേരം വിളിക്കുന്നത് റിയാക്ഷൻ കോഷ്യൻ്റ് എന്നാണ്. ഇത് എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ, ദറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ, എത്രമാത്രം റിയാക്ഷൻ നടന്നു എന്നുള്ളത്. അപ്പം പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്, ഇതാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ഇവിടെയും ഇക്വിലിബ്രിയത്തിൽ തന്നെ ഈ ബേരിയം സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ
അതിന് മുമ്പുള്ള കണ്ടീഷനിൽ തീർച്ചയായിട്ടും എമൗണ്ട് ഡിസോസിയേറ്റ് ബി വെരി നെഗ്ലിജിബിൾ. അപ്പം വീണ്ടും ഈ എ ബി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു എ ബി എന്ന് പറയുന്നത് നമ്മൾ KSP പോലെ ഒരു വാല്യൂ ആയിട്ട് വരും. അപ്പോൾ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റാണ് അവിടെ അയണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നോക്കേണ്ടത് അയണിക് പ്രോഡക്റ്റ്. അപ്പം ഏതൊരു സൊല്യൂഷനിലുള്ള നമ്മൾ ഏത് സോൾട്ടിൻ്റെ ആണോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ സോൾട്ടിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അയോൺസിനെ ആ സൊല്യൂഷനകത്തുള്ള കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പോൾ അയോണിക് പ്രോഡക്റ്റ് ആ സബ്സ്റ്റൻസിൻ്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ്, ഈ സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ആ സോലിബിലിറ്റി പ്രോഡക്റ്റിനെ എക്സീഡ് ചെയ്യുമ്പോൾ സോലിബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കൂടുതലായിട്ട് അയണിക് കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് വരികയാണെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കും. അതായത് KSP എത്തുമ്പോൾ സാച്ചുറേഷനാണ്. അപ്പോൾ അതിനേക്കാളും മുകളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രസിപ്പിറ്റേഷൻ നടക്കും. അടുത്തതായിട്ട് നമുക്ക് കോമൺ അയോൺ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ആക്ച്വലി ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ല, സോഡിയം ക്ലോറൈഡിൻ്റെ ഡിസോസിയേഷനാണ് Na+ഉം Cl-ഉമായിട്ട്. പക്ഷേ ഇവിടെ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആകും. അതായത് ആ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഡിസൊല്യൂഷൻ നടക്കില്ല. അപ്പം അവിടെ ഒരു സോളിഡ് NaCl സോളിഡ് ഫോമും Na+ അയോൺസും Cl- അയോൺസും ഒരു ഇക്വിലിബ്രിയത്തിൽ വരും. അപ്പോൾ ഇവിടെ റിവേഴ്സിബിൾ അല്ലെങ്കിൽ പോലും ഇവിടെ അയോൺസും സോളിഡും തമ്മിലൊരു ഇക്വിലിബ്രിയമാണ്. അപ്പോൾ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്ത് രണ്ടും ഇൻക്രീസ് ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താലും അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കും, ബാക്ക്വേർഡ് ഡയറക്ഷൻ നടക്കും. അപ്പോൾ ഇത് ഒരു സിംഗിൾ ഹെഡഡ് ആരോ ആണ് ഡിസൊല്യൂഷൻ. കാരണം സോഡിയം ക്ലോറൈഡ് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അതുകൊണ്ട് അത് കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ ഹെഡഡ് ആരോ ഇടുന്നത്. പക്ഷേ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മളതിൽ ബീക്കറിൽ നമ്മൾ ആവശ്യത്തിനുള്ള സോഡിയം ക്ലോറൈഡ് ഇട്ട് കഴിഞ്ഞ് ഡിസോൾവ് ചെയ്തിട്ട് ബാക്കി അവിടെ ഇൻസോലബിളായിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടീഷനാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് രീതിയിലല്ല, ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുത്തിട്ട് നമുക്കതിനെ ഫിൽട്ടർ ചെയ്ത് ഈ ക്ലിയർ സൊല്യൂഷൻ മാത്രം എടുക്കാം. അപ്പം സോഡിയം ക്ലോറൈഡ് ഒരുപക്ഷെ ഇത് ഇംപ്യൂർ സോഡിയം ക്ലോറൈഡ് ആണെങ്കിലും അതിനെ നമുക്ക് മാറ്റിയിട്ട് ഈ സൊല്യൂഷൻ മാത്രം എടുക്കാം. ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ Na+ൻ്റെ കോൺസെൻട്രേഷനോ Cl- കോൺസെൻട്രേഷനോ ഇൻക്രീസ് ചെയ്താൽ ആ സാച്ചുറേഷനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ അയണിക് കോൺസെൻട്രേഷൻ എക്സീഡ് ചെയ്യുന്നതുകൊണ്ട്, സോലിബിലിറ്റി പ്രോഡക്റ്റിനെ എക്സീഡ് ചെയ്യുന്നതുകൊണ്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് സോഡിയം ക്ലോറൈഡ് ആവും. അപ്പം ഈ സോഡിയം ക്ലോറൈഡ് അൺഡിസോൾഡായിട്ട് കിടക്കുന്നതിൽ തന്നെ നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡ് പാസ് ചെയ്യുകയാണെങ്കിൽ ഈ NaClൻ്റെ കൂടെ ആയിരിക്കും ഇവിടുന്ന് ബാക്ക്വേർഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡ് വരുന്നത്. അപ്പോൾ വീണ്ടും അതൊരു നമുക്കതിൻ്റെ പ്യൂരിറ്റി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ അൺഡിസോൾഡായിട്ട് കിടക്കുന്ന NaClനെ മാറ്റിയിട്ട് ഈ ക്ലിയർ ഫിൽട്രേറ്റ് എടുത്ത് നമ്മൾ, അപ്പോൾ അതൊരു സാച്ചുറേറ്റ് സൊല്യൂഷൻ തന്നെയാണ്, ആ ക്ലിയർ ഫിൽട്രേറ്റിലേക്ക് HCl ഗ്യാസ് പാസ് ചെയ്യുമ്പം അവിടെ ഇൻ ഇഫക്റ്റ് HCl എന്ന് പറയുമ്പോൾ H+ അയോൺസും Cl- അയോൺ ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പം ഈ Na+ൻ്റെയും Cl- കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ NaClൻ്റെ KSPയേക്കാളും കൂടുതലായിട്ട് വരികയും പ്രസിപ്പിറ്റേഷൻ നടക്കുകയും ചെയ്യും. അതോടുകൂടി NaCl പ്യുവർ ഫോമിൽ അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇത് സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. കംപ്ലീറ്റ്ലി സോലിബിളായിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിലും അവിടെ അയോണിക് പ്രോഡക്റ്റ്, ദറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അയോൺസ് പിയെ എക്സീഡ് ചെയ്യുമ്പോൾ KSPയേക്കാളും കൂടുതലായി വരുമ്പോൾ പ്രസിപ്പിറ്റേഷൻ നടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് കോമൺ അയോൺ ഇഫക്റ്റ്, ഇത് സോലിബിലിറ്റി, ഇത് പ്രസിപ്പിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത്. സോലിബിലിറ്റി പ്രോഡക്റ്റിനെ അയണിക് പ്രോഡക്റ്റ് എക്സീഡ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ അതേസമയം തന്നെ ഇവിടെ നമ്മൾ പുറമേ നിന്ന് ഒരു കോമൺ അയോണിനെ ഇവിടെ ആഡ് ചെയ്തിട്ടാണ് ഈ അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഇതിനെ കോമൺ അയോൺ ഇഫക്റ്റാണ്. അപ്പോൾ എന്താണ് ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്? ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എനി സ്പീഷീസ് ഈസ് ഇൻക്രീസ്ഡ് ദ സിസ്റ്റം വിൽ റീഅഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു ഡിക്രീസ് ദ ഇഫക്റ്റ് ഓഫ് ദ ചേഞ്ച്. അപ്പോൾ നമ്മൾ ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്താൽ സിസ്റ്റം ആ ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്ന ഡയറക്ഷനിലേക്ക് സ്പീഡപ്പ് ചെയ്യും.
അപ്പോൾ ഇവിടെ Cl- നമ്മൾ ഇതിനകത്തുള്ളതിനേക്കാളും കൂടുതൽ സപ്ലൈ ചെയ്തപ്പോൾ ആ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നടക്കും, അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ അവിടെ ഓൾറെഡി ഉള്ള ഇൻസോലബിളായിട്ടുള്ള NaCl സൊല്യൂഷനുമാണ്. ഈ NaCl അവിടെ ഇട്ടിട്ട് നമ്മൾ HCl പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആയിരിക്കും പുതിയ NaCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രസിപ്പിറ്റിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യണം. ഫിൽട്ടർ ചെയ്ത് മാറ്റിയതിന് ശേഷം ക്ലിയർ ഫിൽട്രേറ്റ് എടുത്തിട്ട് അതിലേക്ക് HCl ഗ്യാസ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് പുതിയ പ്യുവർ ഫോമായിട്ടുള്ള NaCl ആയിരിക്കും. ഇതാണ് കോമൺ സോൾട്ടിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മളൊരു പേരും കൂടെ പറയും. ഇതിനെയാണ് നമ്മൾ സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നത്. അതായത് സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നു, സോൾട്ടിങ് ഔട്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു കോമൺ അയോൺ ഇഫക്റ്റിൻ്റെ പ്രധാന ഉപയോഗം നമുക്ക് വരുന്നത് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷനിലാണ്. അവിടെ നമുക്ക് തേർഡ് ഗ്രൂപ്പ് അനാലിസിസ്, അതായത് കാറ്റയോണിൻ്റെ അനാലിസിസിൽ തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയുള്ള അയോൺസ് എന്ന് പറയുന്നത് അയണുണ്ട്, ഫെറസും ഫെറിക്കും ഉണ്ട്, പിന്നെ അലുമിനിയം ഉണ്ട്, ഫെറസ് ആൻഡ് ഫെറിക് Fe2+, Fe3+ അലുമിനിയം. അപ്പോൾ അതിൽ സബ്സിഡിയറിക്ക് കൂടുതലും ഈ അലുമിനിയം സോൾട്ടാണ് തരുന്നത്. അപ്പോൾ തേർഡ് ഗ്രൂപ്പിൻ്റെ അനാലിസിസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ അവിടെ എക്സസ് ഓഫ് അമോണിയം ക്ലോറൈഡ് സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം തേർഡ് ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ആൽക്കലൈൻ മീഡിയത്തിലാണ് പ്രസിപ്പിറ്റേഷൻ ചെയ്യുന്നത്. അപ്പം ആൽക്കലി ആഡ് ചെയ്യുക. അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ആൽക്കലി എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആദ്യമേ ഒഴിക്കില്ല. അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡ് എക്സസ് ആണ്. അമോണിയം ക്ലോറൈഡ് അവിടെ കൂടുതലായിട്ട് വേണം, എക്സസ് ഓഫ് അമോണിയം ക്ലോറൈഡ്. ഇനി ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷൻ കൂടുതൽ ഡൈല്യൂട്ടായി പോകും. അതുകൊണ്ട് സോളിഡ് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യാൻ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ അമോണിയം ക്ലോറൈഡ് അവിടെ എക്സസ്സും ആവും, സൊല്യൂഷൻ്റെ ഡൈല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ആ രീതിയിൽ സോളിഡ് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തതിന് ശേഷം അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാൻ പറയും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് നേരിട്ട് ആഡ് ചെയ്താൽ എന്ത് പറ്റും? അപ്പോൾ അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് നിങ്ങൾക്ക് തേർഡ് ഗ്രൂപ്പിൽ അലുമിനിയം ഉണ്ട്, അലുമിനിയം ഫെറസും ഫെറിക്കും ഉണ്ട്. ഫോർത്ത് ഗ്രൂപ്പിൽ സിങ്ക് ആൻഡ് മാംഗനീസ് ഉണ്ട്. ഫിഫ്ത്ത് ഗ്രൂപ്പിൽ ബേരിയം, സ്ട്രോൺഷ്യം, കാൽസ്യം ഉണ്ട്. സിക്സ്ത് ഗ്രൂപ്പിൽ മെഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ അലുമിനിയം ആയാലും സിങ്ക് 2+, മാംഗനീസ് 2+, ബേരിയം 2+, സ്ട്രോൺഷ്യം 2+, കാൽസ്യം 2+, ആൻഡ് Mg2+, ഇതെല്ലാം ഹൈഡ്രോക്സൈഡ് അയോൺ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ തേർഡ് ഗ്രൂപ്പ് അനാലിസിസ് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് തേർഡ് ഗ്രൂപ്പ് മാത്രം തേർഡ് ഗ്രൂപ്പിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം. അതിനുശേഷം ഫോർത്ത് ഗ്രൂപ്പ്, ഫിഫ്ത്ത് ഗ്രൂപ്പ്, സിക്സ്ത് ഗ്രൂപ്പ്, ഇങ്ങനെയാണ് പ്രസിപ്പിറ്റേഷൻ ചെയ്യാനുള്ളത്. അപ്പം തേർഡ് ഗ്രൂപ്പിൽ എന്താ ചെയ്യേണ്ടത്, അലുമിനിയം മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാവൂ. അപ്പോൾ അലുമിനിയം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പം അലുമിനിയം ഹൈഡ്രോക്സൈഡായിട്ടാണ് അലുമിനിയം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമുല എന്ന് പറയുന്നത് AlOH ത്രൈസ്. അപ്പം ഇവിടെ എന്താണ്, അലുമിനിയം 3+ൻ്റെയും OH- കൂടെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. സോ അതിൻ്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് Al3+ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ ഇൻറ്റു ത്രൈസ്, 3 ടൈംസ് ആണ്. അപ്പോൾ ഈ അയോണിക് പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോളിബിലിറ്റി പ്രോഡക്റ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോളിബിലിറ്റി പ്രോഡക്റ്റിനെ എക്സീഡ് ചെയ്യണം, അപ്പോഴാണ് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ KSP ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് വളരെ ലോ ആണ്. അതുകൊണ്ട് നമുക്ക് OH- അലുമിനിയം നമ്മുടെ സൊല്യൂഷനിലുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യേണ്ടത് OH-ൻ്റെ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഈ OH-ൻ്റെ കോൺസെൻട്രേഷൻ മിനിമം ആക്കിക്കൊണ്ട് വേണം നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ. അപ്പം അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ലോ സോളിബിലിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ OH- കോൺസെൻട്രേഷൻ എത്രമാത്രം കുറച്ച് കൊടുക്കാവോ അത്രയും കുറച്ചുകൊണ്ട് AlOH ത്രൈസിനെ മാത്രം പ്രസിപ്പിറ്റേറ്റ് ചെയ്താണ് തേർഡ് ഗ്രൂപ്പ് അനലൈസ് ചെയ്യുന്നത്. അതല്ല OH- കോൺസെൻട്രേഷൻ കൂടിപ്പോവുകയാണെങ്കിൽ ബാക്കി എല്ലാ ഗ്രൂപ്പും ആ തേർഡ് ഗ്രൂപ്പ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു പോകും.
അതുകൊണ്ട് ഒരു പ്രിക്കോഷനായിട്ടാണ് നമ്മളവിടെ സോളിഡ് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ഷനാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പം അമോണിയം ക്ലോറൈഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന പോലെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ സോളിബിലിറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോൾട്ട്സ്, എല്ലാ സോൾട്ട്സും കംപ്ലീറ്റ്ലി അയണൈസബിളാണ്. അപ്പോൾ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് NH4+ഉം Cl- കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്ന ഒരു സോൾട്ടാണ്. ഓൾ സോൾട്ട്സ് ആർ ഗുഡ് ഇലക്ട്രോലൈറ്റ്സ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് വീക്ക് ബേസാണ്, അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റാണ്. അതുകൊണ്ട് അത് പാർഷ്യലി അയണൈസ് ചെയ്തിട്ട് നമുക്ക് അമോണിയം അയോൺസും ഹൈഡ്രോക്സൈഡ് അയോൺസും കിട്ടും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇക്വിലിബ്രിയം വരുന്നത്, അല്ലെങ്കിൽ ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഒരു ഇക്വിലിബ്രിയം എത്തിയിട്ടുണ്ട്. അമോണിയം അയോണും ഹൈഡ്രോക്സൈഡ് അയോണും ടുഗദർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് അൺഅയണൈസ്ഡ് അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഈ സിസ്റ്റത്തിലാണ് ഈ അമോണിയം ക്ലോറൈഡിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ആഡ് ചെയ്തിരിക്കുന്ന അമോണിയം ക്ലോറൈഡ് വിൽ സപ്ലൈ എക്സസ് ഓഫ് അമോണിയം അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. അതുപോലെ തന്നെ ക്ലോറൈഡ് അയോൺസും ഉണ്ട്. പക്ഷേ അമോണിയം അയോണാണ് ഇവിടെ കോമൺ അയോൺ. നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ അയോണിൽ കോമൺ അയോണായിട്ട് വരുന്നത് ഈ അമോണിയം അയോണാണ്. ഇൻ ഇഫക്റ്റ് എന്ത് സംഭവിക്കും? ഈ സൊല്യൂഷനിൽ അമോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ വളരെ ഹൈ ആവും. വളരെ ഹൈ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുക? ഈ നമ്മൾ ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയത്തെ ഡിക്രീസ് ചെയ്യാനായിട്ട് സിസ്റ്റം ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കൂടുതൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടെങ്കിൽ ഈ കൂടുതലായിട്ടുള്ള അമോണിയവും ഇവിടെയുള്ള ഹൈഡ്രോക്സൈഡിനെ എടുത്തുകൊണ്ട് വേണം അൺഅയണൈസ്ഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആകാൻ. അപ്പോൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ള ഹൈഡ്രോക്സൈഡിനെ തന്നെ ബാക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആക്കും. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രോക്സൈഡിനേക്കാളും വളരെ ലോ കോൺസെൻട്രേഷനിൽ അവിടെ ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദാറ്റ് ഹൈഡ്രോക്സൈഡ് concentration is just sufficient for precipitating only aluminum or third group precipitate. Thus, we can correctly identify the precipitation of third group ions by adding excess of ammonium chloride first, then ammonium hydroxide in drops. നമ്മളത് ചെയ്യുമ്പോൾ ammonium hydroxide is added in drops until there is a smell of ammonia. Smell of ammonia means the medium is just alkaline. ജസ്റ്റ് ആൽക്കലൈൻ ആവുന്നവരെയാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കോമൺ അയോൺ ഇഫക്റ്റ്. ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അത് ആ സിസ്റ്റം ആ ഇഫക്റ്റിനെ, ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യും. ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ബൈ ആഡിങ് എ കോമൺ അയോൺ. അപ്പോൾ കോമൺ അയോൺ കോൺസെൻട്രേഷൻ കൂടിയതുകൊണ്ട് സിസ്റ്റം ആ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നടക്കുകയും അങ്ങനെ ഫലത്തിൽ OH- കോൺസെൻട്രേഷൻ കുറയുകയും ആ കുറഞ്ഞ OH- കോൺസെൻട്രേഷൻ അലുമിനിയത്തെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സഫീഷ്യൻ്റായി മാറുകയും ചെയ്യും. അങ്ങനെ നമുക്ക് തേർഡ് ഗ്രൂപ്പ് മാത്രം പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഈ ഒരു പ്രിക്കോഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നെവർ ആഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഡയറക്റ്റ്ലി ഫോർ ടെസ്റ്റിംഗ് തേർഡ് ഗ്രൂപ്പ്. ബിഫോർ ആഡിങ് അമോണിയം ഹൈഡ്രോക്സൈഡ് വി ഹാവ് ടു ആഡ് സോളിഡ് അമോണിയം ക്ലോറൈഡ് ഇൻ എക്സസ്. സോളിഡ് അമോണിയം ക്ലോറൈഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഓവറായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ നമുക്ക് എക്സസ് അമോണിയം ക്ലോറൈഡ് ആവശ്യമുണ്ട്. അങ്ങനെയാണ്. ഇതാണ് ഫസ്റ്റ് കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയും. പിന്നെ അതിനുശേഷം നമുക്ക് കുഴപ്പമില്ല. ഫോർത്ത് ഗ്രൂപ്പിൽ ആൽക്കലൈൻ മീഡിയത്തിൽ അതേ സൊല്യൂഷനകത്ത് പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഇവിടെ വരുമ്പോഴത്തേക്ക് കാർബണേറ്റ് ആയിട്ടാണ് ഫിഫ്ത്ത് ഗ്രൂപ്പിൽ. നമ്മൾ ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇവിടെയാണ് കോമൺ അയോൺ ഇഫക്റ്റിൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മുടെ ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ ഓഫ് കാറ്റയോൺസിലാണ് വരുന്നത്. അപ്പോൾ ഈ കോമൺ അയോൺ ഇഫക്റ്റിന് നമുക്ക് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് ദ ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം ഓൺ ആഡിങ് എ കോമൺ അയോൺ ഇൻ എ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം. ഇവിടെ ഒരു ഡിസോസിയേഷൻ ഇക്വിലിബ്രിയമാണ് ഉള്ളത്. ആ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയത്തിൽ ഒരു കോമൺ അയോൺ ആഡ് ചെയ്തപ്പോൾ ഉണ്ടായ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓൺ ആഡിങ് അമോണിയം, ദാറ്റ്സ് എ കോമൺ അയോൺ, in the dissociation equilibrium of ammonium hydroxide. Okay.